വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ എക്സിക്യൂഷൻ. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ അറിയണം. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് അറിയണം. പിന്നെന്താണ് ബൂളിയൻ എക്സ്പ്രഷൻസ് എന്താണെന്ന് അറിയണം. ഇത് കണ്ട് ഞെട്ടണ്ട, വളരെ ലളിതമായ കാര്യമാണ്. അത് ഞാൻ വൃത്തിയായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പം റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് എടുക്കാം. ഈ ലെസ് ദാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിലേഷണൽ ഓപ്പറേറ്ററാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേറെ റിലേഷണൽ ഓപ്പറേറ്ററാണ്. ഇതിനെയാണ് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. 3 less than 5 നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 3 less than 5 എന്താണത്? ഫാൾസ്, ട്രൂ ആണല്ലേ. 3 5 കുറവാണ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. പ്രിൻ്റ് 3 less than 5. അത് റൺ ചെയ്യുകയാണ്. ട്രൂ അല്ലേ. അപ്പോൾ ഇത് ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പൊതുവെ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് നമുക്ക് വളരെ സാവകാശം മനസ്സിലാക്കാം. ഇതിനെയാണ് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 3 + 5 എന്ന് വെച്ചാൽ എല്ലാവരും പറയും 8. അതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്, ഒരു ആൾജിബ്രിക് എക്സ്പ്രഷനാണ്. 3 + 5 × 10 അതൊക്കെ നമുക്കറിയാം. അവിടെയൊക്കെ കിട്ടുന്നത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തൊക്കെ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഒന്നിലെ ഒരു ഇൻറ്റിജർ ആയിരിക്കും, അല്ലെങ്കിൽ റിയൽ നമ്പർ ആയിരിക്കും. പക്ഷേ നമ്മൾ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ചോദിച്ചാൽ 2 ഉത്തരമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അപ്പോൾ നമുക്കിത് നോക്കാം. 3 = 5, 2 ഈക്വൽ ഇടണം. ആണോ? 3 5 സെയിം അല്ലല്ലോ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കാം. ഫാൾസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഒരു സിമ്പിൾ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി വേറെയുണ്ട്. x = 51, y = 25, print x greater than y. ഇപ്പോൾ എക്സ് വൈനേക്കാളും വലുതാണോ? ആണ്. അതുകൊണ്ട് പ്രിൻ്റ് x greater than y എന്ന് വെച്ചാൽ എന്ത് വരും? നമുക്ക് എന്ത് കിട്ടും? ട്രൂ എന്ന് കിട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ദാൻ എന്തൊക്കെയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഗ്രേറ്റർ ഓർ ദാൻ ഈക്വൽ ടു ഉണ്ട്. ഈക്വൽ ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ 2 ഈക്വൽ ഇടണം. പിന്നെന്തുണ്ട്? നോട്ട് ഈക്വൽ ഉണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു കമൻ്റ് ആയതുകൊണ്ട് ഞാനിവിടെ ഒരു ഹാഷ് കീ കൊടുക്കാം. ഇതാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. നമുക്ക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു വേർഡാണ്. അത് നമ്മൾ അറിയാതെ തന്നെ നമുക്കറിയാം. മാത്സിൽ നമ്മൾ കൂട്ടുക, പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡഡ് ബൈ ഒക്കെ നമുക്ക് ഒരു ആൾജിബ്രിക് ഓപ്പറേറ്റേഴ്സാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സാണ്. അതേസമയത്ത് ഇതൊക്കെയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അത് വളരെ സിമ്പിളല്ലേ. ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇതുവരെ പഠിച്ച ഡാറ്റ ടൈപ്പ് എന്തൊക്കെയാണ്? പഠിച്ച ഡാറ്റ ടൈപ്പുകൾ പ്രിൻ്റ് ടൈപ്പ് എക്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് പോസ് ചെയ്യുക. ഇവിടെ എന്തായിരിക്കും ഉത്തരം വരുന്നത്? എക്സ് ഒരു ഇൻറ്റിജറാണ്. പ്രിൻ്റ് ടൈപ്പ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ എന്ന് വരും. അതേസമയത്ത് പ്രിൻ്റ് ടൈപ്പ് എക്സ് + y എടുത്താലോ, എക്സും വൈയും കൂട്ടിയാൽ കിട്ടുന്നത് എന്താണ്? ഇൻറ്റിജറാണ്. അതേസമയത്ത് ഇത് കൊടുത്താലോ, എക്സ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? അതിനൊരു വാല്യൂ അല്ല ഉള്ളത്. അതിനെന്താ ഉള്ളത്? അത് ഒന്നിലെ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ പറയുന്നൊരു ബൂളിയൻ ടൈപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, എക്സ് ലെസ് ദാൻ വൈ എന്താണ്? ഒരു ബൂളിയൻ എക്സ്പ്രഷനാണ്. നോക്കാം. ബൂൾ
ഇനി ഏത് റിലേഷണൽ ഓപ്പറേറ്റർ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് എന്ത് വരും? ബൂളാണ്. അപ്പോൾ നമ്മൾ 2 കാര്യമേ പഠിച്ചുള്ളൂ. ഒന്ന് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, പിന്നെ സിമ്പിൾ ബൂളിയൻ എക്സ്പ്രഷൻസ്. ഇപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാലും എക്സ് ലെസ് ദാൻ വൈ എന്ന് ചോദിച്ചാൽ എന്താണ്? എക്സ് ലെസ് ദാൻ വൈ ഫോൾസ് ആണല്ലേ. അതേ സമയത്ത് നമുക്ക് നോക്കാം പ്രിന്റ് എക്സ് ലെസ് ദാൻ വൈ. പ്രിന്റ് എക്സ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞാൽ അത് വരും ഫോൾസ് എന്ന് വരും. അതേ സമയത്ത് പ്രിന്റ് എക്സ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞാൽ ഫോൾസ് വന്നു. പ്രിന്റ് എക്സ് ലെസ് ദാൻ 10 into വൈയോ? പ്രിന്റ് എക്സ് ലെസ് ദാൻ 10 into വൈ. എക്സ് എത്രയാണ്? 51. 10 വൈ എന്ന് പറയുമ്പോൾ എത്ര? 250. അപ്പോൾ ഇതെന്തായിരിക്കും വരുന്നത്? എന്താണ് വരാൻ? വിൽ ബി ട്രൂ. പിന്നീട് എന്തുണ്ടായി? നമുക്ക് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രോഗ്രാംസ് പഠിച്ചു. അപ്പോൾ അതിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം എന്താ ഉണ്ടാകുന്നത്? ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ എക്സിക്യൂട്ട് ചെയ്യപ്പെടാൻ? സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യപ്പെടും. പിന്നെ എന്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെടും? സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ചെയ്യപ്പെടും. പിന്നെ എന്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെടും? സ്റ്റേറ്റ്മെൻറ്റ് 4 എക്സിക്യൂട്ട്. ഈ രീതിയിലാണ് പോകാൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല നമുക്ക് വേണ്ടുന്നത്. പല പ്രോഗ്രാമുകൾ, പല ഓട്ടോമേഷനുകൾ, അവിടെ എന്ത് വേണ്ടി വരും? ഈ ബൂളിയൻ എക്സ്പ്രഷൻസ് വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ചായ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണെന്ന് വിചാരിക്കും. ചായ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം പാത്രം കഴുകി വെള്ളം ഒഴിച്ചു, അത് സ്റ്റൗവിൻ്റെ മേലെ വെച്ചു, ഓൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ നോക്കിക്കൊണ്ടേയിരിക്കണം. അത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോൾ തിളച്ചോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഒരു ബൂളിയൻ എക്സ്പ്രഷനാണ്. അതിനേക്കാളും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയും. ഇപ്പോൾ നമുക്ക് 2 നമ്പറുണ്ട്, അതിൻ്റെ മാക്സിമം കണ്ടുപിടിക്കണം. നമ്മൾ നോക്കുന്നത് ഏതാണ്? എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എക്സ് ആണ് മാക്സിമം. അതല്ലെങ്കിൽ വൈ ആണ് മാക്സിമം. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഞാൻ എഴുതാം. അപ്പോൾ അവിടെ എന്താണ്? എക്സ് സമം 12, വൈ സമം 35. അത് കണ്ടുപിടിക്കാൻ നോക്കുന്ന കാര്യമാണ്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, പ്രിന്റ് മാക്സിമം ഇസ് എക്സ്. Else print maximum is അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ലൈനും എക്സിക്യൂട്ട് ചെയ്യപ്പെടത്തില്ല. അപ്പോൾ ഇഫിനെ പറ്റി ഞാനൊരു എക്സാമ്പിളിലൂടെ തന്നെ പറയാമെന്ന് വെച്ചു. അപ്പോൾ ഇഫ് ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടത്തുള്ളൂ. അതല്ലെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അതാണ് ഈ കണ്ടീഷണൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3 അങ്ങനെ പോകും. അപ്പം കണ്ടീഷണൽ എക്സിക്യൂഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കാൻ?
ഇത് ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടും, അതല്ലെങ്കിൽ അടുത്ത ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. നമുക്കത് ഒന്ന് റൺ ചെയ്യാം. മാക്സിമം ഇസ് വൈ. എന്തുകൊണ്ടാണ് മാക്സിമം ഇസ് വൈ? എക്സ് എന്നുള്ള പ്രിൻ്റേ ചെയ്തില്ല. അതേസമയത്ത് ഇപ്പോൾ എക്സ് 120 ആണെന്നിരിക്കട്ടെ. എക്സ് 120 ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദൻ വൈ ആണല്ലോ, ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. മാക്സിമം എക്സ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. നമുക്ക് നോക്കാം. ഇനി കുറച്ചുകൂടെ നമുക്ക് ഇഫ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. ഇഫ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് മാക്സിമം ഇസ് എക്സ്, അത് കഴിഞ്ഞ് നമുക്ക് കുറേ കാര്യങ്ങൾ കൂടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1, ഇത് കുറേ എണ്ണം പ്രിൻ്റ് ചെയ്യിക്കാം. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സിമ്പിൾ മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇതായിരിക്കും. അതേസമയത്ത് വേറെ പല പ്രോഗ്രാമുകൾ നമ്മളിനി കാണും. ഇത് ട്രൂ ആണെങ്കിൽ ഏതൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടാൻ? ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഇത് ഫോൾസ് ആണെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. മാക്സിമം ഇസ് എക്സ്, സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്തു, മറ്റേത് എക്സിക്യൂട്ട് ചെയ്തില്ല. ഇനി ഇതിന് ശേഷം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും, ഇത് ഫോൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് 3ഉം 4ഉം എക്സിക്യൂട്ട് ചെയ്യും. എന്തായാലും ഇത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് നോക്കാം ഏതൊക്കെ എക്സിക്യൂട്ട് ചെയ്തു. മാക്സിമം ഇസ് എക്സ് പ്രിൻ്റ് ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റ് 1 പ്രിൻ്റ് ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റ് 2 പ്രിൻ്റ് ചെയ്തു, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 5ഉം സ്റ്റേറ്റ്മെൻറ്റ് 6ഉം എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു, പ്രിൻ്റ്. അതേസമയത്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടില്ല. ഇനി നമുക്ക് എക്സ് ഫോൾസ് ആകുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം എക്സിൻ്റെ വില. ഇപ്പം എന്തായി? എക്സ് ഗ്രേറ്റർ ദൻ വൈ ആണോ? അല്ല. അതുകൊണ്ട് ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടത്തില്ല. ഏത് എക്സിക്യൂട്ട് ചെയ്യപ്പെടത്തുള്ളൂ? ഈ ബ്ലോക്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യപ്പെടത്തുള്ളൂ. ഈ ബ്ലോക്ക് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അപ്പം ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക്, അപ്പോൾ ഈ ബ്ലോക്ക് എങ്ങനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്? ഇതിനാണ് നമ്മൾ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? ആ സ്പേസ് വിട്ടിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മളൊരു ഇൻറ്റൻറ്റഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഒന്നുകൂടെ ഞാൻ പറയാം ഒരു ഇൻ ജനറലായിട്ട്. നമുക്ക് ഒരു കാര്യം വേറൊരു ജൂപ്പിറ്റർ നോട്ട്ബുക്കിലുള്ള ഒരു കാര്യം പറയാം. ഈ ബ്ലോക്ക് സെലക്ട് ചെയ്തിരിക്കുകയല്ലേ, ഇതിനെ കോപ്പി ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് കോപ്പി സെലക്റ്റഡ് സെൽ, അപ്പോൾ അത് കോപ്പി ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് പേസ്റ്റ് ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ മാക്സിമം ഒന്നും ഇല്ലെന്ന് വെച്ചു. ഇതിൻ്റെ ജനറൽ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ, ട്രൂ
ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം എക്സിക്യൂട്ട് ചെയ്യപ്പെടും, സ്റ്റേറ്റ്മെൻറ്റ് 5ഉം 6ഉം എക്സിക്യൂട്ട് ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം 5ഉം 6ഉം എക്സിക്യൂട്ട് ചെയ്യപ്പെടുത്തും. അതേസമയത്ത് ഇവിടെ ഫോൾസ് ആണെങ്കിൽ ഏതൊക്കെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുക? സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതിന് പകരം ഏതാ എക്സിക്യൂട്ട് ചെയ്യപ്പെടുക? സ്റ്റേറ്റ്മെൻറ്റ് 3ഉം 4ഉം എക്സിക്യൂട്ട് ചെയ്യപ്പെടും. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 5ഉം 6ഉം എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഈ ട്രൂ ഫോൾസ് എന്നുള്ളതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ കൊടുക്കാം. ഇഫ് 3 ഗ്രേറ്റർ ദാൻ 4. 3 ഗ്രേറ്റർ ദാൻ 4 അല്ലല്ലോ. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം എക്സിക്യൂട്ട് ചെയ്യില്ല, സ്റ്റേറ്റ്മെൻറ്റ് 3, 4ഉം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അത്രയാണ് ഈ ഒരു ചെറിയ സെഷനിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു, സിമ്പിൾ ബൂളിയൻ എക്സ്പ്രഷൻ പഠിച്ചു, പിന്നെ നമ്മളൊരു മെയിൻ കാര്യങ്ങളോട് പഠിച്ചു. ഇഫ് ഒരു സിമ്പിൾ ബൂളിയൻ എക്സ്പ്രഷൻ, പിന്നെ ഒരു ഇത് കോട്ട്, ഡബിൾ കോളൻ, അത് കഴിഞ്ഞ് നമ്മൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. പിന്നെന്തുണ്ട്? എൽസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് കൊടുക്കാം? കുറേ കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇവിടെയുള്ള സിമ്പിൾ ബൂളിയൻ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഇത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യും, അതല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.